പമ്പയിൽ നടക്കുന്നത് അയ്യപ്പ സംഗമമല്ല, മറിച്ച് LDFിൻ്റെ രാഷ്ട്രീയ സമ്മേളനമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സാമ്പത്തിക സ്രോതസ് ലക്ഷ്യമിട്ടാണ് വ്യവസായികളെ ക്ഷണിച്ചിരിക്കുന്നത്. പോസ്റ്ററുകളിൽ അയ്യപ്പൻ്റെ ചിത്രമില്ല എന്നും മുഖ്യമന്ത്രി മാത്രമാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം സാമുദായിക സംഘടനകൾ തിരിച്ചറിയണമെന്നും MT രമേശ് മുന്നറിയിപ്പ് നൽകി. ദ്വാരപാലകനെ സ്വർണമോ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡ് എങ്ങനെ ശബരിമല വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. അയ്യപ്പ സംഗമമല്ല സത്യത്തിൽ നടക്കുന്നത്. പമ്പയിൽ നടക്കുന്നത് LDFിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ്. സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു LDFിന്റെ രാഷ്ട്രീയ സമ്മേളനമാണ്. അതിൽ ആകെ പങ്കെടുക്കുന്നത് LDFിന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. അവരെന്തിനാ പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത്? അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയാൽ പോരെ. പിന്നെ കുറെ പണക്കാരെ വിളിക്കുന്നുണ്ട്. ആ പണക്കാരെ വിളിക്കുന്നത് LDFിന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ്. ഈ വലിയ വലിയ വ്യവസായികൾ, മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ്. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പൻ പോലും ഇല്ല. നിങ്ങളതിന്റെ അവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പടമുണ്ട്. അയ്യപ്പനെ കാണാനില്ലല്ലോ. അപ്പൊ അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത്. അതൊരു ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ്. ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം. അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, MT രമേശ് പറഞ്ഞത് അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമം അത് രാഷ്ട്രീയ പരിപാടിയാണ്. കൂടുതൽ പണമുള്ളവരെ എത്തിച്ച് LDFിന് പണമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പേരിലുള്ളത്. അയ്യപ്പൻ്റെ ചിത്രം പോലും ഈ പരിപാടിയുടെ ഫ്ലെക്സുകളിലോ ബോർഡുകളിലോ കാണാനില്ല. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് MT രമേശ് പറഞ്ഞത്? ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമത്തിന് തന്നെയാണ് സർക്കാർ ഒത്താശ ചെയ്യുന്നത് എന്ന് തന്നെയാണ് MT രമേശ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് LDFിന്റെ ഒരു സമ്മേളനം മാത്രമായി മാറുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പ്രതിഫലിക്കുന്നത് അവരുടെ പോസ്റ്ററുകളിൽ ഉൾപ്പെടെയാണ്. മുഖ്യമന്ത്രിയുടെ വലിയൊരു പടം വെച്ചുള്ള ഒരു പോസ്റ്ററുകളാണ് അവർ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. അതിലെവിടെയാണ് അയ്യപ്പൻ ഉള്ളത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു. അതോടൊപ്പം തന്നെ ഒരു അയ്യപ്പ സംഘടനകളും ഈ അയ്യപ്പ സംഗമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് MT രമേശ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘടന അത്തരത്തിൽ പ്രോത്സാഹനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. വിശ്വാസികളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് പിണറായി സർക്കാർ കളിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് MT രമേശ് ഉന്നയിച്ചിട്ടുള്ളത്. വിനോദ്, അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെ, അതായത് ദേവസ്വം ബോർഡ് ഇതുവരെ അതിൽ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഈ അയ്യപ്പ സംഗമം നടത്തുന്ന തിരക്കിൽ ദ്വാരപാലക ശില്പത്തിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യവും വ്യക്തവുമായ മറുപടി എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നൽകാത്തത് എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആളുകളെ കൂട്ടി വലിയ രീതിയിൽ അത് വിശ്വാസി സമൂഹത്തിന്റെ ഒരു പ്രശ്നമാക്കി അല്ലെങ്കിൽ ഒരു സംഗമമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് MT രമേശ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് അയ്യപ്പ സംഗമമല്ല, മറിച്ച് LDFിന്റെ സംഗമമായി മാറുകയാണ്. പോസ്റ്ററുകളിൽ ഉൾപ്പെടെ അയ്യപ്പന്റെ പടമില്ല, മറിച്ച് പിണറായി വിജയന്റെ പടമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിനോദ്, സർക്കാർ അയ്യപ്പ സംഗമം അത് അയ്യപ്പനില്ലാത്ത പരിപാടിയാണ്, രാഷ്ട്രീയ സംഗമമാണ്, LDF സംഗമമാണ്, LDFിന് പണമുണ്ടാക്കാനുള്ള തട്ടിപ്പ് പരിപാടി എന്നുള്ള നിലയിലാണ് MT രമേശ് ഈ സമ്മേളനത്തെ വിശേഷിപ്പിച്ചത്, കുറ്റപ്പെടുത്തിയത്. ഒരുങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.